ഹായ് ഹലോ, ഇന്നത്തെ പത്തരമാറ്റ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനേ എല്ലാവരും ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറയുകയാണ്, നന്ദുവിൻ്റെ കാര്യമൊന്നും പറയാറായിട്ടില്ല എന്നൊക്കെ പറയുകയും അനിയൻ്റെ കല്യാണമാണല്ലോ, ആദർശ വേണേൽ പോയിക്കോ എന്ന് പറയുമ്പോൾ ആദർശ ഇങ്ങനെ പറയുന്നുണ്ടായി, ഇല്ല ഞാൻ അവളുടെ കണ്ടീഷൻ അറിഞ്ഞിട്ടേ ഇനി പോകുന്നുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ നയനയും ആദർശം ഇങ്ങനെ സംസാരിക്കുകയാണ്. ആദർശിട്ട എന്തിനാണ് അവളിങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ആദർശം ഇങ്ങനെ ഒരുപാട് നയനയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ വിഷമത്തിലാണ് നയനയുള്ളത്. ഇതിനിടെ എന്താ പറയുക, അവളിങ്ങനെ ചെയ്യുമെന്ന് തോന്നിയെങ്കിൽ ഫ്രണ്ട്സിനെ അടുത്ത് നിർത്തിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് നയന. ഇതിനിടെ അനിയുടെ കല്യാണം വിവാഹം കഴിയുകയും തലയിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇവരെ തന്നെയാണ് കാണിക്കുന്നത്. നയനയും ആദർശിനെയും കാണിക്കുമ്പോൾ താലകെട്ടുന്നതിനിടയിലും നന്ദുവിൻ്റെ മുഖം തിരയുന്നുണ്ടായിരുന്നു, ആൾക്കൂട്ടത്തിൻ്റെ തിരയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആദർശ നയനയോട്. അതെനിക്ക് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് നയനയും പറയുന്നുണ്ട്. അവൻ ഇങ്ങനെ തിരക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പം എന്താണെന്നൊന്നും അറിയില്ല, നന്ദുവിന് ഇനി വേറൊരു ജീവിതം ഇപ്പോൾ അവൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്നിങ്ങനെ നയന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എങ്ങനെയായാലും അവളെ പെട്ടെന്ന് എൻഗേജ്ഡ് ആക്കണം, ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് ഓരോരോ ചിന്തയൊക്കെ വരിക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇനി എന്തിനും ഏതിനും ഞാനുണ്ടല്ലോ കൂടെ, ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നയനയോട് ആദർശ്. ഞാനിങ്ങനെ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല, അറിഞ്ഞോ അറിയാതെ ഞങ്ങളെ മക്കൾ അച്ഛനും അമ്മയ്ക്കും സങ്കടം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെയും ചേച്ചിയുടെയും ജീവിതം കണ്ടിട്ട് എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അസുഖമൊക്കെ ഉള്ള ആളല്ലേ, അപ്പോൾ എന്താ പറയുക, ടെൻഷൻ ഉണ്ടാവല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു. ആദർശ് പറയുന്നുണ്ട്, ഇനി ഞാൻ കൂടെ ഉണ്ടല്ലോ, നീ ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സാന്ത്വനിപ്പിക്കുന്നുണ്ട്. അമ്മയുടെ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ മുന്നിൽ വെച്ച് മാത്രം പറയുന്നതാണ് എന്ന് ചിന്തിച്ചാൽ മതി എന്നും എൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും എന്നും വാക്ക് കൊടുക്കുന്നുണ്ട് ആദർശ് നാനയ്ക്ക്. ഇതിനിടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ജലജയും ദേവയാനിയും ജാനകിയും കൂടി നയനയെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് നിൽക്കുകയായിരുന്നു നവ്യയും കനകയും. അപ്പോൾ താലി കെട്ട് കഴിഞ്ഞ് ആദർശിനെയും കൊണ്ട് നയന പോയതിനെ കുറിച്ചാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. ഇതിനിടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് മുന്നേ മാല അനാമികയുടെ കഴുത്തിൽ നിന്ന് വീണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നയന ടൈറ്റിൽ കെട്ടായിട്ടാണ് വീണ് പോയത് എന്നുള്ള രീതിയിൽ നയനയെ കുറ്റപ്പെടുത്തുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെ എന്താ പറയുക, അപ്പോൾ നവ്യ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ മിണ്ടരുത്, അത് തന്നെയാണ് സത്യം, നിങ്ങൾക്കൊന്നും സഹിക്കുന്നുണ്ടാവില്ല ഈ കല്യാണമൊക്കെ കണ്ടിട്ട് എന്നും. അവൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താലിമാല ലൂസാക്കി കെട്ടിയത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് സങ്കടപ്പെടുന്നുണ്ട് നവ്യയും കനകയൊക്കെ. ഇതിനിടെ നമ്മുടെ ജാനകിയും ദേവയാനിക്കൊപ്പം നിൽക്കുകയും ഒരുപാട് കുറ്റങ്ങൾ നയനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാമിജി അവിടേക്ക് എത്തുകയും മുത്തശ്ശിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ വകവെച്ചില്ല അല്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി, അയ്യോ അങ്ങനെയല്ല, പുരോഹിതൻ പറഞ്ഞതിന് ശേഷം പൂജാരി വാഴക്കല്യാണം പറഞ്ഞിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുരോഹിതൻ പൂജാരിയോട് ഇങ്ങനെ ഇച്ചിരി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വാഴക്കല്യാണം ഇതിനൊക്കെ ഒരു പരിഹാരമാണോ
അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല, എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് വിചാരിച്ച് ഞാനവിടെ കേട്ടത് കൊണ്ട് അത് ചെയ്തത് എന്നേ ഉള്ളൂ എന്ന് പറയുകയും പുരോഹിതൻ ഈ കല്യാണം നടത്തിയതിനെ കുറച്ച് വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഒക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പോവുകയും ചെയ്തു. പിന്നീട് ജാനകി വന്ന് പറയുമ്പോൾ ജാനകിയോട് മുത്തശ്ശി കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂജാരിയോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പുരോഹിതൻ പറഞ്ഞത് തെറ്റാറില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ദേവയാനി വരികയും ദേവയാനിയോട് ജാനകി പറയുന്നുണ്ട്, പുരോഹിതൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ദേവയാനി അവിടെയും പറയുന്നുണ്ടായിരുന്നു, മുമ്പ് അദ്ദേഹം കാര്യങ്ങൾ മാത്രമായിരുന്നു പറഞ്ഞതല്ല, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, വയസ്സായില്ലേ എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ആദർശിൻ്റെ കാര്യത്തിൽ ആദർശിൻ്റെ കല്യാണം കഴിഞ്ഞാൽ നല്ലത് വരും എന്ന് പറഞ്ഞിട്ട് എന്തായി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം, നല്ല മരുമകളല്ലേ എന്നിട്ടൊക്കെ കിട്ടിയത് എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് വളരെ ദേഷ്യം പിടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിനിടെ ജലജ വരികയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് രണ്ടുപേർക്കും അബദ്ധങ്ങളാണ് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറ്റം പറയുന്നതൊക്കെ നവ്യയും കനകയും ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ നന്ദുവിനെ കാണാത്തതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടേക്ക് ഗോവിന്ദൻ വന്ന്, നന്ദുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ, ആദർശ നയനയും തലയിട്ട് കഴിഞ്ഞവിടെ എവിടെയോ ആരോടും പറയാതെ പോവുകയും ചെയ്തു, എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് എവിടെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരുടെ സദ്യ അയക്കുന്നുണ്ടാവും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ വിളിച്ചു നോക്കാൻ ശ്രമിക്കുമ്പോൾ നയന ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് സദ്യ കഴിക്കാതെ അങ്ങ് പോയാലോ എന്നിങ്ങനെ അച്ഛൻ പറയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, നവ്യ പറയുന്നുണ്ടായിരുന്നു, എന്തിനാ ഫുഡ് കഴിക്കാതൊക്കെ പോകുന്നത്, സദ്യ കഴിച്ചിട്ട് പോയാൽ മതി, ഇതിന് നിങ്ങളെക്കാട്ട് വലിയ തെറ്റ് ചെയ്ത് ഞാൻ നല്ലോണം നിൽക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ താണു നിൽക്കേണ്ടടുത്ത് അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എല്ലാവരും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇങ്ങനെ ഫോട്ടോ എടുത്തു. അനാമയുടെ കുടുംബവും അനിയുടെ കുടുംബമൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആദർശിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അനാമയുടെ അച്ഛനും അമ്മയും. പിന്നീട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ രണ്ട് മൂത്ത മരുമക്കളെ വീട്ടുകാരെ കണ്ടില്ലല്ലോ ഫോട്ടോ എടുക്കാൻ എന്ന് പറയുമ്പോൾ ജലജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവരുണ്ടാവില്ല, അവർക്കിതൊന്നും സഹിക്കുന്നുണ്ടാവില്ല എന്നിങ്ങനെ പറയുകയും ചെയ്തു. ദേവയാനി അതിന് എന്താ പറയുക, അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്, അവർക്ക് സഹിക്കുന്നുണ്ടാവില്ല, അവരില്ലാത്തത് തന്നെയാണ് നല്ലത് വേണു എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു. അവിടേക്ക് ജാനകി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാനകിയും അത് ശരിവെക്കുകയാണ് ചെയ്തത്. ഇതിനിടെ അവർ പറഞ്ഞ അനാമികയുടെ അച്ഛനും അമ്മയും പറഞ്ഞ, അല്ല അതുകൊണ്ടല്ല, ആൽബം കാണുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ മൂത്ത മരുമക്കളെയും അവരുടെ വീട്ടുകാരെയും പറ്റി, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ജലജ പറയുന്നുണ്ടായിരുന്നു, അവൾ താലിമാലി അയച്ചു വെച്ച് ആദർശിനെയും കൂട്ടിക്കൊണ്ട് പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതിനിടെ എന്താ പറയുക, അനി ഇങ്ങനെ അപ്പോഴും എവിടെയാണ് പോയത് എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആദർശേട്ടനും നയനയെടുത്തിയും. അപ്പോൾ അവരെ എവിടെയെന്ന് വന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നത് ജലജ, ദേവയാനിയൊക്കെ. പിന്നീട് ജാനകി ഇങ്ങനെ ദേവയാനിയെ മെല്ലെ വിളിച്ചുകൊണ്ട് സ്വകാര്യം പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഈ പുരോഹിതനെ കുറിച്ച് സംശയമുണ്ട്, നയനയും ആദർശം കൂടി പുരോഹിതനെ അവസാന നിമിഷം മാറ്റി പറയിപ്പിച്ചതാണെങ്കിലും എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ദേവയാനിയോട്. അപ്പോൾ അവിടേക്ക് ജലജ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ജയൻ ഇങ്ങനെ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു, ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ അവിടേക്ക് ദേവയാനി വരികയും, ഇവിടെ ആദർശം അവൾ ഇവിടെ താലികെട്ട് കഴിഞ്ഞപാട് പോയതല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ മറ്റോ പോയതായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ അബിയുണ്ടല്ലോ പിന്നെന്താണ് എന്നൊക്കെ പറയുകയും ഫോൺ വിളിച്ച് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല, സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നയനെ ഒരുപാട് കുറ്റം പറയുകയും ദേവയാനി കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ജയൻ നല്ല രീതിയിലാണ്, നല്ലത് മാത്രമാണ് നയനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഇതിനിടെ വീണ്ടും അനിയെ കാണിക്കുകയാണ്. ഫോട്ടോ എടുക്കുന്നതിനിടയിലും അനി നന്ദുവിൻ്റെ മുഖം തേടി പോവുകയായിരുന്നു. അങ്ങനെ നന്ദു ആണെങ്കിൽ എന്താണ് ഇനി എന്ന് അറിയാതെയുള്ള സിറ്റുവേഷനിലാണ്. നന്ദു രക്ഷപ്പെടുകയോ ഇല്ലയോ എന്നും ആർക്കും നിശ്ചയമില്ല. ഇനിയിപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. അങ്ങനെ പിന്നീട് എന്താ പറയുക, അനി നന്ദുവിനെ കല്യാണം കഴിക്കാൻ തന്നെയാണ് ചാൻസ്, പുരോഹിതൻ പറഞ്ഞ രീതിയിൽ. അപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ നമുക്ക് കാണാം. അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഓക്കെ, താങ്ക് യു.